ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനും ഫസ്റ്റ് ക്വസ്റ്റ്യനും തമ്മിൽ ആകെയുള്ള ഡിഫറൻസ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളായിരുന്നു ഫയൽ സെൻഡ് ചെയ്യുക. അത് ഈ സ്ഥലത്ത് അത് 2 വെബ്സൈറ്റ്സ് ഹോസ്റ്റ് ചെയ്യുക, 2 ഡിഫറെൻറ്റ് സെർവറുകളിൽ. ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ സെയിം തന്നെ, ഇമെയിൽ വെച്ച് സെൻഡ് ചെയ്യുക, പിന്നെ ഡൈനാമിക്കലി IP അസൈൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഡൈനാമിക്കലി അസൈൻ ചെയ്യുന്ന പാർട്ട് മാത്രമാണ് ഇവിടെ ഒരു കുറച്ച് ഡിഫറൻറ്റ് വരുന്നത്. ഒരു ചെറിയൊരു പാർട്ട് മാറുന്നുണ്ട് അത് ചെയ്യുന്ന സമയത്ത്. പിന്നെ അപ്പോൾ ആദ്യം നമ്മൾ സെയിം പരിപാടി തന്നെ ചെയ്യുക. ആദ്യം 3 സെർവർ ഇട്ടു, 2 PC ഇട്ടു. അതിലത്തെ ഒരു PCയും ഒരു സെർവർ മെയിലിന്, ഒരു സെർവർ ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോക്കോളിന്, പിന്നെ വെബ്സൈറ്റിന് വേണ്ടി വെറുതെ ഒരു രണ്ടാമത്തെ ഒരു സെർവറിന്. എല്ലാത്തിലും IP അസൈൻ ചെയ്യണം. IPv4 മറ്റേ ഫാസ്റ്റ് ഈതർനെറ്റ് പോയിട്ട് സെർവറിൽ ചെയ്താൽ മതി. മറ്റേതിൽ ഡൈനാമിക്കലി ആവണ PCയിൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ തൽക്കാലം IP ഇടണു 1 2 3 എന്നിട്ടു 10.0.1 10.0.2 പിന്നെ അതേമാതിരി 10.0.3. പിന്നെ സെർവർ 2 എടുത്തു, 2 അസൈൻ ചെയ്തത്. പിന്നെ അതിൽ DHCP ആക്കണം. അപ്പോൾ സർവീസസ് പോയി DHCP എടുത്തു. സെയിം പരിപാടി, പക്ഷേ ഇതിൽ മാത്രമാണ് ഡിഫറൻറ്റ് വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിന്ന്. 4 ഇവിടെ ഇടണു, കാരണം എന്താ വെച്ചാൽ 4 മുതലാണ് പിന്നെ അസൈൻ ചെയ്യുന്നുണ്ട്. 10 ഡീഫോൾട്ട് ഗേറ്റ്വേ ഒരു ബന്ധമില്ലാത്തൊരു സാധനം ഇടണു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് വരുന്നത്. എന്താണെങ്കിലും അവിടെ 10.0.0 എന്ന് ഇടണു. പിന്നെ DNS സെർവർ 2 എന്ന് ഇടണു, അതന്നെ ഇടണു, അതിൻ്റെ IP തന്നെ ഇടണു. പിന്നെ സേവ് കൊടുക്കുക. സബ്നെറ്റ് 255 എന്ന് ഉറപ്പിച്ചോട്ടോ, ആ സമയത്ത് ഞാൻ 0 കാണാറുണ്ട്. പിന്നെ അത് ഓണാക്കുക, DHCP ഓണാക്കാനൊന്നും മറക്കല്ലേ. പിന്നെ DNS എടുക്കുക, എന്നിട്ട് അത് ഓൺ കൊടുക്കുക. അതിന് മുമ്പ് അത് IP വന്നിട്ടില്ലെന്ന് കറക്റ്റായി നോക്കിക്കോ. DHCP ഇടുക, PC പോയിട്ട് അപ്പോൾ തന്നെ വരും. അതേമാതിരി PC 2 പോവുക, അതിലും പോയിട്ട് ഫസ്റ്റ് തന്നിട്ട് പോവുക, DHCP ആക്കുക, തന്നെ വന്നിട്ടുണ്ടാവും. 4 5 തന്നെ അസൈൻ ആവും. പിന്നെ സെർവർ 2 കൊടുത്തു, അതിൽ പോയിട്ട് DNS ഇനി അസൈൻ ചെയ്യണം. DNS എടുത്തു, നെയിമിൻ്റെ അവിടെ അത് വെബ്സൈറ്റിന് DNS പറയുമ്പോൾ ഡൊമൈൻ നെയിം എന്തുവാണ് DNS എന്താ ഡൊമൈനിന് നെയിം ഇടണം. നമ്മൾ നോർമലി 10.10.3 HTTP അടിച്ചാൽ വരേണ്ടതാണ്, പക്ഷേ അതിന് വരെ നെയിം ഇടണം. അപ്പോൾ നമ്മൾ www.a.com എന്ന് അടിച്ചാൽ ഏത് അഡ്രസ്സാണ് വരേണ്ടത് നോക്കണം. അപ്പോൾ ആ 2 നമ്മൾ അസൈൻ ചെയ്യാത്ത 2 സെർവറുകളല്ലേ, ഫസ്റ്റ് സെർവറും തേർഡ് സെർവറും. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യത്തെ www.a.com എടുത്തിട്ട് ഫസ്റ്റ് സെർവറിൽ അസൈൻ ചെയ്യണു. അതിപ്പോൾ എന്തോ DNS സെലക്ട് ചെയ്തില്ല, അവിടെ എന്തോ ഒരു ചെറിയൊരു എറർ വന്നു. അത് DNSൽ ഒന്നുകൂടി ഒന്ന് തൊട്ടിട്ട് ചെയ്യുക. നേരത്തെ എന്തോ അൺസെലക്ട് ചെയ്യുന്നു. www.a.com എന്ന് കൊടുക്കുക, അഡ്രസ്സ് ഫസ്റ്റ് സെർവറിൻ്റെ കൊടുക്കുക, ഇമെയിൽ ഇടുന്ന സാധനമാണ് തൽക്കാലം ഇതിൽ. എന്നിട്ട് ആഡ് കൊടുക്കുക. അതേമാതിരി 2 വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു സെർവർ എടുക്കുക, വേറെ ഏതെങ്കിലും b.com www.b.com. വേറെ വേണമെങ്കിൽ എന്തുകൂടാ ഏടെ പാർട്ട് എന്തുകൂടാ വേണമെങ്കിൽ ഗൂഗിളിൽ നിന്നോ Gmail നിന്നോ അതെന്താണെങ്കിലും. അപ്പോൾ www.b.com എന്നിട്ട് അതിൻ്റെ തേർഡ് സെർവർ ഇട്ടു 10.0.0.3. എന്നിട്ട് സേവ് കൊടുക്കുക, ആഡ് കൊടുക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്തോ. ഇനി വരണം എൻ്റെ അറിവിൽ. PC എടുക്കുക, ഡെസ്ക് ടോപ്പ് എടുത്തിട്ട് അതിൽ വെബ് ബ്രൗസർ എടുക്കുക. എന്നിട്ട് www.a.com എന്ന് അടിച്ചാൽ തന്നെ അത് HTTP സാധനം പോലെ ആവും. മുകളിൽ അടിച്ച സ്ഥലത്ത് തന്നെ ഗോ എന്ന് അടിച്ചാൽ സാധനം വരണം. ഓക്കെ, അതേമാതിരി രണ്ടാമത്തെ PC എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. BA ഇനി എടുത്ത് നോക്കുക. B തേർഡാണ്, തേർഡ് സെർവറത്തെ. ഡെസ്ക്ടോപ്പ് എടുക്കുക, വെബ് ബ്രൗസർ എടുക്കുക, www.b.com എന്ന് കൊടുക്കുക, ഗോ എടുത്ത് നോക്കുക. ഇനി ഇമെയിലിൻ്റെ പരിപാടി, അത് എക്സാക്ട് സെയിം ആണ് നേരത്തെ. അതുകൊണ്ട് ചെയ്താൽ ഈ ചോദ്യം തീരും.